രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. പക്ഷേ ഇവിടെ ബുദ്ധിയും ശരീരവും രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. കാരണം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി ഈ സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് ഈ തെർമോകോൾ ബോളിനെ വാക്വമായി എടുക്കണം. വലിച്ചാൽ ഇത് ഈ അറ്റത്തൊട്ടി പിടിച്ചിരിക്കും. അത് കൊണ്ടുവന്ന് എടുത്തെടുത്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടണം. ഇതിനിടയിൽ വീണ് പോയാൽ അവിടുന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം. അങ്ങനെ 1 മിനിറ്റിനകം ഏറ്റവും കൂടുതൽ ബോളുകൾ ആരാണോ ഇതിനകത്ത് ഇടുന്നത് അയാളാണ് ആക്ടിവിറ്റിയിൽ വിജയിക്കുന്നത്. ഇത് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊരു കഥ പറയും. ആ കഥയിൽ നിന്ന് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതം ലഭിക്കും. ഇതാണ് നിങ്ങളുടെ മത്സരം. നിങ്ങളിൽ ആരാണ് ഇത് ആദ്യം ചെയ്യാൻ പോകുന്നത്? ആതിര, വരൂ ആതിര. ആതിര, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഇരുന്ന് സീരിയൽ കാണുന്നു. ഞാൻ ന്യൂസ് ചാനൽ വെക്കാൻ പറഞ്ഞതും എല്ലാവരും കൂടെ എന്നെ തുറിച്ചൊരു നോട്ടം. റൂമിലേക്ക് പോകുന്ന നേരം പുറകിൽ അമ്മ അച്ഛനോട് പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നത് കേട്ടു, ചെറുക്കനെ പെണ്ണ് കെട്ടിക്കാറായി എന്ന്. ഇനിയും 30 സെക്കൻഡ്സ് മാത്രം ബാക്കി. ആതിര, ഒത്തിരി കളർഫുൾ ബോൾസ് ബാക്കിയുണ്ട്. എല്ലാം മാക്സിമം ഇടാനായിട്ട് നോക്കണം. കുറച്ചും കൂടെ സ്പീഡില്, കുറച്ചും കൂടെ. എന്താ ഇത്ര മടിച്ച് ചെയ്യുന്നേ? ഓക്കെ, 15 സെക്കൻഡ്സ് മോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. എന്ത് കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്? 3 അടി മണ്ണ്. കളി കഴിഞ്ഞ് ഞാൻ എന്ത് വെക്കാനാണ് പറഞ്ഞത്? ന്യൂസ് ചാനൽ. ആരാണ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത്? അമ്മ. എന്ത് കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്? കളിയല്ല, ജോലി കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. ഞാൻ വെക്കാൻ പറഞ്ഞത് ന്യൂസ് ചാനലാണെന്ന് പറഞ്ഞു. അത് ശരി ഉത്തരവാണ്. പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചത് അമ്മ എന്ന് പറഞ്ഞതും ശരി ഉത്തരവാണ്. ഇപ്പോൾ ഈ റൗണ്ടിൽ 20 മാർക്ക് ആതിരയ്ക്ക് ഗ്യാരണ്ടി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൂടെ വന്നു, ചിലപ്പോ എണ്ണം കുറച്ച് പറയും. മറ്റേ പുള്ളിക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് നോക്കാം. 1, 2, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അല്ല, മലയാളം അറിയില്ലല്ലേ? ഞാൻ ഹിന്ദിയിലും പറയാം. 2, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10. 10. ദൈവം, 10 കഴിഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ലായിരുന്നു. ബാക്കി അവിടെ വെച്ചോ. ആകെ തന്നെ രക്ഷപ്പെട്ടു. ഓക്കെ, നീതു വരൂ. നീതു കണ്ടല്ലോ ആതിരയുടെ പ്രകടനം. ആതിരയുടെ വീട്ടിൽ വാക്കും ക്ലീനറല്ല, ഒരു ഓസും ആതിരയും കൂടെ ഇറങ്ങി നടന്ന പൊടി പിടിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെയാണ് വലിച്ചു പിടിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ നീതു, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇന്റർവെല്ലിനും മറ്റും പുറത്തു പോകുന്ന നേരം നോക്കി നമ്മുടെ ബാഗിൽ നിന്നും പെൻസിലും റബ്ബറും ടിഫിൻ ബോക്സിൽ നിന്ന് മുട്ടയുമൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. ഇപ്പോൾ എയർപോർട്ടിലാണത്രേ അവന് ജോലി. അണ്ണാമൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവന്റെ ശീലം. നീതുവിന്റെ സ്പീഡ് ഒത്തിരി കുറവാണ്. നീതു, you need to run. 25 seconds more. കുറച്ചും കൂടെ പറ്റും നീതു. 15 seconds more. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. That's it. ഇവിടെയാണ് ആതിരയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു,
ഈ തെർമോക്കോളിനുണ്ട് ആതിര വലിച്ചു പിടിച്ചിട്ട് അത് സ്ട്രോ വഴി വായി കയറി തലയിൽ പോയി ദഹനക്കേട് വരുമോ എന്നുള്ളത്. അത്രയും പവറിലാണ് വലിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 1, 2, 3, 4, 5 ആക്ടിവിറ്റിയിലെ വിജയിയെ നമുക്ക് പ്രഖ്യാപിക്കാം ഇപ്പൊ തന്നെ, അല്ലേ? ആക്ടിവിറ്റിയിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത്? ആതിര. ബാഗിൽ നിന്ന് എന്താണ് മോഷ്ടിച്ചിരുന്നത്? പെൻസിലും റബ്ബറും. ടിഫിൻ ബോക്സിൽ നിന്നും എന്താണ് അടിച്ചു മാറ്റിയത്? ഈ കഥയിലെ പഴഞ്ചൊല്ല് എന്തായിരുന്നു? അണ്ണ മൂത്താലും മരം കയറ്റം മറക്കില്ല. നീതുവിന് 2 ഉത്തരങ്ങൾ ശരിയായി. ബാഗിൽ നിന്ന് എന്താണ് മോഷ്ടിച്ചത്? റബ്ബറും പെൻസിലും. ടിഫിൻ ബോക്സിൽ നിന്ന് അടിച്ചു മാറ്റിയത് മുട്ട. നീതുവിന് 20 മാർക്ക് ഗ്യാരണ്ടി. ആ കുട്ടിക്കോ? 20 മാർക്ക് ഗ്യാരണ്ടി. വരൂ. നീതു 20, ആതിര 20. എന്നാൽ ആക്ടിവിറ്റിയിൽ നീതുവിനെ തോൽപ്പിച്ച് 21 മാർക്ക് മേടിച്ചത് ആതിരയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആതിര ജയിച്ചു, നീതു തോറ്റു. നിങ്ങൾക്ക് പരമ്പരാഗത ശൈലിയിൽ ആർപ്പ് വിളിക്കാൻ അറിയാമോ? ആർപ്പോ ഇറോ ഇറോ എന്ന് വിളിക്കാൻ അറിയാമോ? ഓക്കെ ഓക്കെ, നമുക്ക് 3 പേർക്കും കൂടെ വട്ടം കൂടി ഒന്നൊരു ആർപ്പ് വിളിക്കാം. ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെയാണോ? കേട്ടോ, അതിലെന്തോ ഒരു ഒന്നുമില്ല. ആർപ്പ് വിളിച്ചോളൂ കേട്ടോ. 1, 2, 3 സ്റ്റാർട്ട്. നമുക്കൊരു 8 എണ്ണം കൂടെ വിളിച്ചാലോ? വേണ്ട അല്ലേ? നീതുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആതിര നന്നായി പാട്ട് പാടും. ആതിര നന്നായി പാട്ട് പാടുന്നാണ് നീതുവിന് പറയാനുള്ളത്. നീ ആതിര ഒരു പാട്ട് പാടും. ഏത് പാട്ടാ പാടുന്നത്? തമിഴ് പാട്ട്. തമിഴിൽ ഏത് പാട്ട്? இதயத்தில் ஏதோ ஒன்று. இதயത്തിൽ ഏതോ ഉണ്ട്. അത് ഏത് പടത്തിലാണ്? ശരി, പാടിക്കോളൂ. இதயத்தில் ஏதோ ஒன்று இருக்குது கொஞ்சம் இன்று இதுவரை இது போலே நானும் இல்லையே கடலலை போலே வந்து கரைகளை அள்ளும் ஒன்று முழுகிட மனதும் பின் தாங்கவில்லையே. നീതുവിനുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കും.